ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 28-ാം ദശകം. പാലാഴിമഥന പരിണാമം, ലക്ഷ്മീദേവി, അമൃതകലശം എന്നിവയുടെ ഉദ്ഭവം. കേരളം തരളാനലം പുരസ്തജ്ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവൽപ്രിയാർത്ഥം വിമഥൽസു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതദേവരത്നം ദ്യുതരുശ്ചാപ്സരസഃ സുരേഷു താനി ജഗദീശ ഭവൽപരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികം വ്യദാരേത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ അഭിഷേകജലാനുപാതിമുഗ്ധത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ഡലപീതചേലഹാരപ്രമുഖൈസ്താമരാധയോന്വഭൂഷൻ വരണസ്രജമാതഭൃംഗനാദാം ദധതി സാ കുചകുംഭമന്തയാനാ പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദാ ഗിരിശദ്രുഹിണാദിസർവദേവാൻ ഗുണഭാജോപ്യഭിഭുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാലാ ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീപരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം അതിമോഹനവിഭ്രമാ തദാനീം മദയന്തീ ഖലു വാരുണീ നിരാകാൽ തമസഃ പദവീമതസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ തരുണാംബുദസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് നാരായണീയം ദശകം 28. പാലാഴി മഥനം. ദിവസങ്ങളായി പാലാഴി മഥനം നടത്തിയിട്ടും അമൃതൊന്നും ലഭിക്കാത്തതിനാൽ ഭഗവാൻ നേരിട്ട് തന്നെ പാലാഴി മഥനത്തിൽ പങ്കെടുക്കുകയാണ്. ഗരളം തരലാനലം പുരസ്താത് ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപഭൗ ഭവത്പ്രിയാർത്ഥം. തരളാനല, കത്തുന്ന അഗ്നിജ്വാലയോട് കൂടിയ കാളകൂടമെന്ന ഗരളം, വിഷം, സമുദ്രത്തിൽ നിന്നും ആദ്യം തന്നെ ഉദ്രിജകാള ഉയർന്നു വന്നു. ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കൊണ്ടുണ്ടായ സന്തോഷത്താൽ ഗിരിശ, ശിവൻ, ഭവത്പ്രിയാർത്ഥം, അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി, തത്പിപൗ, അത് കുടിച്ചു. പാലാഴി മഥനത്തിൽ നിന്ന് ആദ്യം തന്നെ ഉയർന്നു വന്നത് കാളകൂട വിഷമായിരുന്നു. ഇത് കണ്ട ദേവാസുരന്മാർ വല്ലാതെ ഭയപ്പെട്ടു. ഈ ലോകം നശിക്കാൻ തന്നെ ഈ വിഷം കാരണമാകും. ഇതിൽ നിന്നും രക്ഷിക്കാൻ ശിവനെ മാത്രമേ കഴിയൂ എന്നവർ മനസ്സിലാക്കി. അവർ പരമശിവനെ സ്തുതിക്കുവാൻ തുടങ്ങി.
ലോകപരിപാലനവും സാധുപരിപാലനവുമാണല്ലോ മഹാവിഷ്ണുവിൻ്റെ ചുമതല. അതുകൊണ്ട് ഭഗവാന്റെയും ആഗ്രഹം ഇതുതന്നെയെന്ന് മനസ്സിലാക്കിയ ശിവൻ ആ കൊടും വിഷം കുടിച്ചു. ശിവൻ വിഷം കുടിക്കുമ്പോൾ 1-2 തുള്ളി നിലത്ത് ചിന്തിയത് പാമ്പ്, തേൾ, ഏതാനും ചെടികൾ ഭുജിക്കാനിടയായി എന്നും ആയതിനാൽ അവ വിഷമയമായി എന്നും പറയപ്പെടുന്നു. വിമതൽ സുസുരാസുരേഷു ജാത സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂദധേഭരത്നം ദ്യുതരുശ്ചാപ്സരസാസുരേഷു താനി. ത്രിധാമൻ, 3 ഗ്രഹങ്ങളോട് കൂടിയവനെ. സുരാസുരന്മാർ പാലാഴിമഥനം ചെയ്തപ്പോൾ സുരഭിജാത കാമധേനു ജനിച്ചു. താം, അവളെ, കാമധേനുവിനെ ഋഷിമാർക്കും അനന്തരം ഹയരത്നം, ഉച്ചൈശ്രവസ് എന്ന കുതിരയും ഉണ്ടായി. പിന്നീട് ഇഭരത്നം, ഐരാവതം എന്ന ആനയും ദേവവൃക്ഷവും അപ്സര സ്ത്രീകളും ഉണ്ടായി. അതായത് ദേവാസുരന്മാർ പാലാഴി മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാമധേനു, ഉച്ചൈശ്രവസ്, ഐരാവതം, ദേവവൃക്ഷം, അപ്സര സ്ത്രീകൾ എന്നിവ ഉണ്ടായി. അതിൽ കാമധേനുവിനെ ഋഷിമാർക്കും മറ്റുള്ളവയെ ദേവന്മാർക്കും നൽകി. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോക. അല്ലയോ ലോകനാഥ, മറ്റുള്ളവ തദാനീം അപ്പോൾ കമനീയ സൗന്ദര്യവതിയായ കമലാദേവി ബഭൂവ ലക്ഷ്മി ഭഗവതി ഉണ്ടായി. അവളെ കണ്ടിട്ട് വിലോല മനസ്സിളകിയ സുരാസുരന്മാർ അവളെ ആഗ്രഹിച്ചു. അങ്ങയെ മാത്രം ഇഷ്ടപ്പെടുന്നവളും അലൗകിക സൗന്ദര്യമുള്ളവളുമായ ലക്ഷ്മി ഭഗവതി പാലാഴിയിൽ നിന്നും ഉണ്ടായി. ശാശ്വതമായ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണല്ലോ ലക്ഷ്മി ഭഗവതി. ആ സൗന്ദര്യം ഭഗവാന് മാത്രമേ ചേരുകയുള്ളൂ. തുയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യധാരിത് സകലോപഹൃതാഭിഷേചനീയൈ ഹൃശ്രയസ്ത്രാം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ദേവേന്ദ്രൻ അങ്ങയിൽ മാത്രം അനുരക്തയായ ദേവിയെ കണ്ടിട്ട് മണിപീഠികം വ്യധാരീത്, ഒരു രത്നപീഠം നൽകി. ഋഷിമാർ എല്ലാവരും എല്ലായിടത്തുനിന്നും കൊണ്ടുവന്നതായ അഭിഷേക വസ്തുക്കൾ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലി ലക്ഷ്മി ഭഗവതിയെ അഭിഷേകം ചെയ്തു. അഭിഷേകജലാനുപാതിമുഗ്ധ തുദപാംഗൈരവഭൂഷിതാംഗവല്ലിം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്നഭൂഷൻ. അഭിഷേകജലത്തെ തുടർന്ന് പതിച്ച വിഷ്ണുവിൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ദേവിയുടെ മനോഹരമായ ശരീരത്തെ അലങ്കരിച്ചു. തുടർന്ന് ദേവന്മാർ രത്നകുണ്ടലം, പീതവസ്ത്രം, മാല തുടങ്ങിയ ആഭരണങ്ങൾ ദേവിയെ അണിയിക്കുകയും ചെയ്തു. ഋഷിമാർ നടത്തിയ അഭിഷേകത്തെ തുടർന്ന് ഭഗവാന്റെ കടക്കണ്ണാഭിഷേകവും ദേവിയിൽ പതിച്ചപ്പോൾ പ്രകൃത്യാ സുന്ദരിയായ ദേവി കൂടുതൽ സുന്ദരിയായി. ഭരണസ്രജമത്തഭൃംഗനാദം ദധതി സാ കുജകുംഭമന്ദയാന പദചിഞ്ചിതമഞ്ജുനൂപുരാത്വം കലിതാവ്രീളവിലാസമാസസാദ. കുജകുംഭങ്ങളുടെ ഭാരം നിമിത്തം മന്ദം നടക്കുന്നവളായ ലക്ഷ്മി ഭഗവതി, സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട വണ്ടുകളുടെ ശബ്ദത്തോടു കൂടിയ വരണമാലയെ കയ്യിൽ പിടിച്ചവളും,
കാലിലണിഞ്ഞ നൂപുരത്തിൻ്റെ ശബ്ദത്തോടു കൂടിയവളുമായ ലക്ഷ്മി ഭഗവതി ലജ്ജയോടുകൂടി അങ്ങയെ സമീപിച്ചു. ദേവിയെക്കുറിച്ചുള്ള ഒരു വാഗ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിസുന്ദരിയായ ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം കൂടിയായപ്പോൾ കൂടുതൽ സുന്ദരിയായി വരണമാല്യം കയ്യിൽ പിടിച്ച് കാലിലണിഞ്ഞ നൂപുരങ്ങളുടെ ശബ്ദത്തോടു കൂടി ഭഗവാന്റെ അരികിലേക്ക് ചെന്ന് ഭഗവാനെ വരണമാല്യം അണിയിച്ചു. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃസ്യ സദൈവ സർവരമ്യേ നിഹിതത്വയ്യനയാഭി ദിവ്യമാല. ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും ഗുണമുള്ളവരാണെങ്കിലും ഒരിക്കലും വിട്ടുപിരിയാത്ത ചില ദോഷമുള്ളവരാണെന്നറിഞ്ഞിട്ട് ലക്ഷ്മി ഭഗവതി സർവഗുണസമ്പന്നനായ അങ്ങയിൽ മാത്രമാണ് ആ ദിവ്യമാല അർപ്പിക്കപ്പെട്ടത്. ഉരസാതരസാം മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവം ത്വദുരോ വിലസത്തദീക്ഷ്ണ ശ്രീപരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. അങ്ങ് ഭുവനങ്ങളുടെ മാതാവും മറ്റൊരാളിൽ പ്രേമമില്ലാത്തവളുമായ ലക്ഷ്മി ദേവിയെ വേഗം തന്നെ മാറിടം കൊണ്ട് ബഹുമാനിച്ചു. അങ്ങയുടെ മാറിൽ ശോഭിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷങ്ങളുടെ വർഷം കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ പരിപുഷ്ടമായി എന്ന് വേണം പറയാൻ. അതിമോഹന വിഭ്രമതദാനിം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസ പദവീമദാസ്ത്വമേനം അതിസമ്മാനനയാ മഹാസുരേഭ്യ. തദാനീം അപ്പോൾ അത്യധികം വശീകരിക്കാൻ കഴിവുള്ളവളും മതിപ്പിക്കുന്നവളുമായ മദ്യദേവതയായ വാരുണി ദേവി പാലാഴിയിൽ നിന്നും ഉണ്ടായി. അജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വാരുണി ദേവിയെ ഭഗവാൻ ബഹുമാന പുരസ്സരം അസുരന്മാർക്ക് നൽകി. മദ്യത്തിൻ്റെയും മാദകത്വത്തിൻ്റെയും വിഷയത്തിലേക്ക് ആകർഷിക്കുന്നവളാണ് വാരുണി ദേവി. പാലാഴി മഥനത്തിൽ പങ്കെടുത്ത അസുരന്മാർക്കും എന്തെങ്കിലും നൽകണ്ടേ എന്ന് ഭഗവാൻ ചിന്തിച്ചു കാണും. അവർക്ക് യോജിച്ചത് ഈ വാരുണി ദേവി തന്നെയെന്ന് ഭഗവാൻ അറിയാം. ഗാഢമായ ഭക്തി കൊണ്ട് മാത്രമേ നമുക്കും വാരുണി ദേവിയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. തരുണാംബുദസുന്ദരസ്തതത്വം നനു ധന്വന്തരിരുദ്ധിതൊമ്പുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യം അഖിലാർത്തിം ഹര മാരുതാലയേശ. അല്ലയോ ഗുരുവായൂരപ്പ, നവമേഘം പോലെ അതിസുന്ദരനും കൈകളിലുള്ള കലശത്തിൽ അമൃതം വഹിക്കുന്നവരുമായ ധന്വന്തരി മൂർത്തി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു. ആ ധന്വന്തരിയായ അവിടുന്ന് എല്ലാ രോഗങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിയാലും എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് ധന്വന്തരി മൂർത്തി. ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചാൽ ആദിവ്യാധികളെല്ലാം മാറും എന്ന് പറയപ്പെടുന്നു. ധന്വന്തരി മൂർത്തിയെ നമുക്കും പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ഈ മന്ത്രം 108 ചൊല്ലുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മേൽപ്പത്തൂരെഴുതിയ ഈ ശ്ലോകവും നമുക്ക് ദിവസേന ചൊല്ലാം. തരുണാംബുദസുന്ദരസ്തദത്വം നനു ധന്വന്തരീരുദ്ധിതൊമ്പുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യം അഖിലാർത്തിം ഹര മാരുതാലയേശ.
കടലിൻ്റെ നേർക്കാഴ്ച രസമാണെങ്കിലും അതിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന മുത്തും പവിഴങ്ങളും പോലെ വാച്യാർത്ഥത്തിന് സൗന്ദര്യമുണ്ടെങ്കിൽ കൂടിയും വ്യംഗ്യാർത്ഥത്തിന് ലാവണ്യമുണ്ട്. അതായത് നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന അതിസൂക്ഷ്മമായ മുത്തുമണികളാണ് നാം പെറുക്കിയെടുക്കേണ്ടത്. അതിലെ ഓരോ ശ്ലോകത്തിലും ഒരുപാട് അർത്ഥതലങ്ങൾ കുടികൊള്ളുന്നുണ്ട്. അത് മനസ്സിലാക്കുകയാണ് നാം ഓരോരുത്തരും വേണ്ടത്. എൻ്റെ ഈ പ്രഭാഷണം ഭഗവത് തൃപ്പാദങ്ങളിലും ആചാര്യപാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.